അല്പം കാര്യവുമായി ഞാനിപ്പോൾ ഉള്ളത് മരടിലുള്ള ആവി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് എനിക്കറിയാം. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചു എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ളത് ഷെഫ് ലെനിൻ ആൻഡ് ഇതിൻ്റെ മാനേജർ രഞ്ജിത്താണ്. ഓക്കെ, അപ്പം ആവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര നാളെ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി മാനേജറായിട്ട്? ആവി ഫ്രം ദ ബിഗിനിങ് ഞാൻ ഇവരുടെ കൂടെ ഉണ്ട്. ജി എം ആയിട്ട് തന്നെ വർക്ക് ചെയ്യാണല്ലോ. ഇതിന്റെ ബ്രാഞ്ചസ് എവിടെയൊക്കെയാണ് ഉള്ളത്? ബ്രാഞ്ചസ് ഫസ്റ്റ് നമ്മൾ മരടിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ വാഴക്കാല സ്റ്റാർട്ട് ചെയ്തു. വാഴക്കാല ആവി എക്സ്പ്രസ് ആണ്. ആവി എക്സ്പ്രസ് ഹോം ഡെലിവറിയും ടേക്ക് അവേ. ഇപ്പോൾ നമ്മൾ പനമ്പള്ളിയിലാണ് നമ്മൾ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്തു ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് 2 months ആയി. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് കിടക്കാം അല്ലേ? ഷെഫ് എന്താണ് നമുക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഷെഫ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പച്ചമാങ്ങ ജ്യൂസ്. ഭയങ്കര സിമ്പിൾ ആണ്. ആകെ ഒരു പച്ചമാങ്ങയും കുറച്ച് പഞ്ചസാരയും ഉപ്പും. വളരെ സിമ്പിൾ ആണ്. ജ്യൂസ് വളരെ ടേസ്റ്റിയുമാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഷെഫ് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പച്ചമാങ്ങ ജ്യൂസാണ്. ഭയങ്കര സിമ്പിൾ ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു പച്ചമാങ്ങ, ഇത്തിരി പഞ്ചസാര, ഇത്തിരി ഉപ്പ്, ഇത്തിരി തേൻ അല്ലേ, പിന്നെ ഐസും. അപ്പം എന്താണ് ഈ ജ്യൂസിന്റെ പ്രത്യേകത? എന്താ ഇതിന്റെ ടേസ്റ്റിന് ഡിഫറൻസ് എന്തായിരിക്കും? ഇത് പച്ചമാങ്ങ ശരിക്ക് എല്ലാവർക്കും പെട്ടെന്ന് വരുമ്പോൾ പച്ചമാങ്ങയുള്ള ഒരു പുളിയാണ് ഫീൽ ചെയ്യുക. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതിലൊരു പുളിയും അതിന്റെ ഒരു ഷുഗറും സോൾട്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് ടേസ്റ്റ്, ഒരു നാച്ചുറൽ ടേസ്റ്റ്. സാധാരണ ജ്യൂസുകളെക്കാളും കുറച്ചൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഈ പച്ചമാങ്ങയുടെ കാര്യം, ഏത് പച്ചമാങ്ങയാണെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങൾ സാധാരണ എടുക്കുന്നോണ്ടിരിക്കുന്ന പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങ വേണം. നല്ല പുളിയുള്ള പച്ചമാങ്ങ, അല്ലെങ്കിൽ നമ്മൾ മറ്റ് വേറെ പുളിയില്ലാത്ത മാങ്ങ ആകുമ്പോൾ സാധാരണ മാംഗോ ജ്യൂസ് പോലെ സെയിം ടേസ്റ്റ്. നല്ല പുളിയുള്ള മാങ്ങ വെച്ച് ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്താൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യം പച്ചമാങ്ങയുടെ തൊലി കളയുക അല്ലേ, പീൽ ചെയ്തെടുക്കുവാണ്. ഇത് നല്ല സിമ്പിൾ ആണ്. നമുക്ക് വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വയറിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ല. തൊലി കളഞ്ഞ ഭാഗത്തെ മാങ്ങ നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നു. മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ പോവാണ് അല്ലേ? ആക്ച്വലി ഹണി നമ്മൾ ശരിക്കും ഇതിൽ മിക്സ് ചെയ്യില്ല. അത് ജസ്റ്റ് ഒരു ഗാർണിഷ് മാത്രമേ ഉള്ളൂ. മുകളിൽ ജസ്റ്റ് ഗാർണിഷ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ തേൻ എന്തെങ്കിലും മാംഗോ ജ്യൂസ് അടിക്കുമ്പോൾ മിക്സ് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മുകളിലായിട്ടൊന്ന് ഇടുന്നു മാത്രം. തൊലി കളഞ്ഞ മാങ്ങ മിക്സിയിലേക്ക് ഇട്ടു. എത്ര പഞ്ചസാര? 2 സ്പൂൺ മതിയാവും. പുളിയുടെ അനുസരിച്ചാണ്. ആക്ച്വലി ചിലപ്പോൾ ഭയങ്കര നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യേണ്ടി വരും. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ മധുരം വേണ്ടി വരും. ആവശ്യത്തിന് പുളിയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്ക് നമുക്ക് അറിയാൻ പറ്റും. ഒരിത്തിരി ഉപ്പ്, ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് എടുത്തിടുക. ആവശ്യത്തിന് ഐസ് ക്യൂബ്സ്. പിന്നെ തണുപ്പ് വേണ്ടെന്നുള്ളവർക്ക് അത് സാധാരണ യൂസ് ചെയ്താൽ മതി. തണുപ്പിൽ കഴിക്കുമ്പോഴാണ് ജ്യൂസിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത്. നല്ല തണുത്ത ജ്യൂസ് ആയിരിക്കണം. മിക്സിയിലിട്ട് അടിക്കാൻ പോവാം. നല്ലപോലെ മിക്സ് ആയിക്കൊണ്ടിരിക്കും സംഭവം. നല്ലപോലെ മിക്സ് ആയി തോന്നി കഴിയുമ്പം സ്റ്റോപ്പ് ചെയ്യാം. ഈ ജ്യൂസിൽ നമ്മൾ അരിച്ചെടുക്കില്ല. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പീസസ് കാണും ലൈറ്റായിട്ട്. അത് നമുക്ക് സ്ട്രോയിൽ വരുന്ന പീസസ് ആയിരിക്കും. അതും അത് നല്ല ഫീൽ ആകും കഴിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ തൊലി കളഞ്ഞ മാങ്ങയും ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കത് ഗ്ലാസ്സിലേക്ക്
മുകളിലേക്ക് ഇടണം അല്ലേ? ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് തേൻ മുകളിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികം പച്ചമാങ്ങ ജ്യൂസ് ഞാൻ അധികം കുടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഷെഫ് പ്രിപ്പയർ ചെയ്ത പച്ചമാങ്ങ ജ്യൂസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. തേൻ്റെ ആണെന്ന് തോന്നുന്നു, ചെറിയ മധുരം, പക്ഷെ പുളിയാണ് മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ പഞ്ചസാരയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര സിമ്പിളാണ്. ഒരു പച്ചമാങ്ങ, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് തേൻ അല്ലേ, ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് നല്ല ജ്യൂസാണ്. നല്ല നല്ല തണുപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓർമ്മകളിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം അമല. അമല പോളല്ല, അമല അവറാച്ചൻ. അപ്പൊ ഇന്ന് നമുക്ക് അമല എന്നെ ഒന്നും കൂടി കൂടുതലായിട്ട് പരിചയപ്പെടാം. അമല എത്രാം ക്ലാസ്സിലോ? 8ല്. ഏത് സ്കൂളില്? പയസ്. ഓക്കെ, എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? മുട്ടക്കുഴലപ്പം. ആരാ? മുട്ടക്കുഴലപ്പം. ഓക്കെ, മുട്ടക്കുഴലപ്പം. അപ്പൊ നമ്മുടെ സാധാരണ കുഴലപ്പത്തിനേക്കാൾ ഒന്നുകൂടി ഡിഫറെന്റ് ആണ്. എന്താണ് ഇതിനെ ഡിഫറെന്റ് ആക്കുന്നത്? ഇത് മലബാർ വിഭവമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ആഡ് ചെയ്യുന്ന മുട്ടയാണ് ഒന്നും കൂടി അതിനെ സാധാ കൊല്ലപ്പത്തിൽ നിന്ന് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. എന്തൊക്കെയാണ് ആവശ്യം? മുട്ട, എണ്ണ, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, ഉപ്പ്, മൈദ, തേങ്ങ. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്? പറഞ്ഞോളൂ. നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. പറഞ്ഞോളൂ. ആദ്യം ബൗളില് മുട്ട പൊട്ടിച്ചിടണം. യെസ്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഇടണം. എന്നിട്ട് മൈദ ഇട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യണം. ആ മിക്സർ ആണ് അതല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഉപ്പ്, മൈദ, വെള്ളം, മുട്ട, ഈ 4 കൂടിയിട്ട് മിക്സ് ചെയ്ത മിക്സറാണിത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? യെസ്, അപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം. കത്തി. ഓക്കെ, ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വെക്കാം. ഇതപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് ഇയാള് പഠിച്ചത്? അമ്മ കണ്ടു പഠിച്ചത്. ഇഷ്ടമാണോ ഇത്? ഓക്കെ, അപ്പൊ നമുക്ക് പാൻ കൂട്ടി വെക്കാം. ഓക്കെ, കൊച്ചു ടിവി കാണാറുണ്ടോ? ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാ? ഡോറ. ടേസ്റ്റ് വൈസ് കാണാറുണ്ടോ? ഇഷ്ടമാണോ? അല്ല, ഏതെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞു. നമുക്ക് ഉണ്ടാക്കിയാൽ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയത് ചെയ്തോ. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം. യെസ്. അപ്പൊ ഫ്രണ്ട്സ്, ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആണോ? ആയിരിക്കും അല്ലേ? നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാൻ ടേസ്റ്റി ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും അമല ഡാൻസ് കളിക്കോ, പാട്ട് പാടുമോ, എന്തൊക്കെ ചെയ്യും? ഒഴിച്ചു. പാട്ട് പാടും. ഒരു പാട്ട് നമ്മുടെ ഫ്രണ്ട്സിന് പാടി കൊടുക്കോ? ഫസ്റ്റ് ഈ ദോശയൊക്കെ ഉണ്ടാക്കണ പോലെ ഇങ്ങനെ മാവാക്കി പരത്തി. അയ്യോടാ പാവം, പാനിന് വേദനിക്കും. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ഒഴിച്ച് നന്നായിട്ട് പരത്തി. ഇത് ചൂടായിട്ട് ദോശ പോലെ, കറക്റ്റ് ദോശ പോലെ അല്ലേ? ഓക്കെ, അപ്പൊ ചൂടായി നമുക്ക് തിരിച്ചിടാം. നന്നായിട്ട് ചൂടായി. ഇഷ്ടമാണോ ഇത് കഴിക്കാൻ? അതെ. ഭയങ്കര സ്നാക്ക് ആയിട്ടാണോ കഴിക്കാൻ ഇഷ്ടം, അതോ രാവിലെ കഴിക്കാനാണോ ഇഷ്ടം, സ്കൂളിൽ കൊണ്ടുപോകാനോ ഇഷ്ടം? ഫ്രണ്ട്സിനൊക്കെ കൊണ്ടാക്കി കൊടുക്കാറുണ്ടോ? അവരെന്താ അഭിപ്രായം പറഞ്ഞേ? നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് ഉണ്ടാക്കി തരുമ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലാണ്. ഓക്കെ, ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണ്ട? ഇനി നമ്മള് തേങ്ങയും പഞ്ചസാരയും ഏലക്കയും മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ നല്ല കുഴച്ച് അതിലോട്ട് ഇടണം. ഇതിലേക്ക് ഇടണം അല്ലേ? ഒരു സാൻഡ്വിച്ച് പോലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സംഭവം ആയി കഴിഞ്ഞു. ഏകദേശം നമ്മുടെ ദോശ പോലെ തന്നെ ഉണ്ട്. ഇതിന്റെ ഫില്ലിങ്സ് ആണ് വേണ്ടത്. ഇട്ടോ റോൾ ചെയ്യണം അല്ലേ? ഓക്കെ, കൊഴലപ്പം പോലെ. ഏകദേശം നമ്മുടെ മുട്ടക്കൊഴലപ്പം റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടിട്ട് നല്ല ഭംഗിയാണ് തോന്നി. ഇനി കഴിച്ചിട്ട് വേണം പറയാൻ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ അടിപൊളി സ്റ്റെപ്പൊക്കെ ആയല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, നല്ല കുട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടി സ്റ്റെപ്സ് പറയാണ്. ആദ്യം നമ്മള് ഇൻഗ്രീഡിയൻസ് മുട്ട,
എണ്ണ, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, ഉപ്പ്, മൈദ, വെള്ളം. ഓക്കെ, വെള്ളം. അപ്പോൾ ഈ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സർ ദോശമാവ് പോലെ ആക്കിയിട്ട് ദോശ പോലെ ഉണ്ടാക്കി നമ്മൾ ആദ്യം തന്നെ. എന്നിട്ട് അത് ദോശ ശരിക്കും ദോശ തന്നെ അത് എന്നിട്ട് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമ്മൾ അടുത്ത ഫില്ലിങ്സ് എന്ന് വെച്ചാൽ തേങ്ങ ചിരവിയിട്ട് അതിൽ ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്താണ്. അതെന്തായാലും ഫില്ലിങ്സ് ആയിട്ടിട്ടു. ഏകദേശം നമ്മുടെ മുട്ടക്കൊഴലപ്പം റെഡിയായി. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏതായാലും കുട്ടികൾ നിങ്ങൾ അമ്മമാരുടെ അടുത്ത് പറയുക, നിങ്ങൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്ന ടൈമിൽ സ്നാക്കായിട്ട് കഴിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റിലൊരു വിഭവം ഉണ്ടാക്കി തരാൻ പറയണം. അതായത് ഈ മുട്ടക്കൊഴലപ്പമാണത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്ക് യു അമല. നമസ്കാരം. രസമുകുളവുമായി നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളം പാടിവട്ടത്തുള്ള അറേബ്യൻ കഫേ എന്ന റെസ്റ്റോറൻറ്റിലാണ്. കൂടെയുള്ളത് ഇതിന്റെ ഓണറായ ഇർഫാനും അതുപോലെ തന്നെ ഷെഫ് ദേവരാജുമാണ്. അപ്പം ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ 3 മാസം ആകുമ്പോൾ. 3 മാസം ആവുന്നു. ഇതിന്റെ ബ്രാഞ്ചസ് എവിടെയൊക്കെയുണ്ട്? പള്ളിമുക്കുണ്ട്, കല്ലൂരുണ്ട്. ഈ സെയിം പേരിൽ തന്നെയാണോ? സെയിം പേരിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് വേണ്ടി ഷെഫ് എന്താണ് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത്? നമ്മൾ ചൈനീസ് ഐറ്റം ഉണ്ടാക്കുന്നത്. ചൈനീസ് ഐറ്റം പേര് ക്രിസ്പി ഹണി. ചിക്കൻ ക്രിസ്പി ഹണി എന്ന് പറഞ്ഞൊരു വിഭവമാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ബോൺലെസ് പീസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുള്ളതാണ്. ബോൺലെസ് പീസാക്കി ചെറിയ പീസസ് ആക്കി ചിക്കൻ ആണ് ആദ്യം. അത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചിക്കൻ കോൺഫ്ലവറിൽ മുക്കിയിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ബോൺലെസ് ചിക്കൻ ചെറിയ പീസസ് ആക്കിയ ബോൺലെസ് ചിക്കൻ നമ്മൾ കോൺഫ്ലവറിൽ മുക്കി ചെയ്തിട്ട് ആദ്യം ഫ്രൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബോൺലെസ് ചിക്കൻ പീസസ് കോൺഫ്ലവറിൽ ആദ്യം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കോൺഫ്ലവറിൽ മുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ചേർത്തുകൊണ്ടാണ് കോൺഫ്ലവറിൽ മുക്കുന്നത്. അതിനുശേഷം അത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്യാനാണ്. ഓരോ ചെറിയ പീസസ് ആയിട്ട് ഓയിലിലേക്ക് ഇടുവാണ്. നല്ല തിളച്ചിരിക്കുന്ന എണ്ണയാണ്, അതിലേക്കാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നത്. എത്ര നേരത്തേക്ക് ഇത് ഫ്രൈ ചെയ്യണം? 2 minutes. എല്ലാ ചിക്കൻ പീസസും ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. നല്ലോണം ക്രിസ്പി ആവണോ? ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവും. ഇത് ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതെ, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ വേണം ട്രൈ ചെയ്യാവുന്നതല്ലേ? ഏകദേശം ആയെന്നാണ് തോന്നുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മസാല റെഡിയാക്കുകയാണ്. കൂട്ടുകളൊക്കെ ഫ്രൈ ചെയ്ത് അടുത്തതായി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകളൊക്കെ റെഡിയാക്കാൻ പോവാണ്. അതും ഓയിലിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിട്ട് കുറച്ച് ഇഞ്ചി ഇടും. ആദ്യം കുറച്ച് ഇഞ്ചി, 2 ടീസ്പൂൺ ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, ഇത്തിരി വെളുത്തുള്ളി, ചെറിയ ഓണിയൻ നന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്ന ഓണിയൻ, ഭയങ്കര കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഓണിയൻ ഇടുവാണ്. എത്ര? 5-6 ടീസ്പൂൺ കുനുകുനാന്ന് അരിഞ്ഞ ഓണിയൻ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റുക അല്ലേ? അതെ, കളർ മാറുന്ന ഓണിയൻ്റെ കളർ ചേഞ്ച് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റുകയാണ്. കഴിയുമ്പം ക്യാപ്സിക്കവും ഓണിയനും കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്ത് ക്യാപ്സിക്കവും ഓണിയനും ആഡ് ചെയ്യുന്നു. കുറഞ്ഞ തീയിലാണ് ഇത് ഇളക്കുന്നത്, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമാവും. കളർ ഏകദേശം മാറി വരുന്നുണ്ട്. ചില്ലി പേസ്റ്റ് ചെയ്തതാണ്. റെഡ് ചില്ലി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യുവാണ്. ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്യും. അതിനുശേഷം ഇത്തിരി ഉപ്പിടുക. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടുന്നു.
ഇത്തിരി ഷുഗർ ഇടുന്നുണ്ട്, കുറച്ച് പഞ്ചസാര ഇടുന്നു. ക്രിസ്പി ഹണി ചിക്കൻ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് മധുരം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് പഞ്ചസാര അത് ഇടുമ്പോൾ ആവശ്യത്തിന് നമുക്ക് അറിയാം. ആവശ്യത്തിന് നമുക്ക് അധികം സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യും. ഹണി, തേൻ, ഇതാണ് ഏറ്റവും നമ്മുടെ പേര് പോലെ തന്നെ അതിനാവശ്യമുള്ള തേൻ. അത് എത്രയാ? ഒരു ടീസ്പൂൺ മതി. ഒരു ടീസ്പൂൺ തേൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി അത് നല്ലപോലെ അത് മിക്സ് ചെയ്യണം. ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ബോൺലെസ് ചിക്കൻ, ഫ്രൈ ചെയ്തിരിക്കുന്ന ബോൺലെസ് ചിക്കനും ഏറ്റവും അവസാനം തേനും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ എല്ലാം കൂടെ കൂടി നല്ലൊരു മിക്സ്ഡ് കളർ ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട് സാധനം റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ ക്രിസ്പി ഹണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഭയങ്കര സിമ്പിളാണ്, കുറച്ച് നേരം അത് എടുത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക, ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുക, പിന്നെ അവസാനം തേൻ ഒഴിക്കുക, സംഭവം റെഡിയായി. കാണാനും നല്ല അട്രാക്റ്റീവ് ആണ്. ജസ്റ്റ് ക്യാരറ്റും സ്പ്രിംഗ് ഓണിയനും ഒന്ന് ഗാർണിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് ക്രിസ്പി ഹണി ചിക്കൻ. കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഭയങ്കര എളുപ്പമുള്ള ഒരു വിഭവമാണ്. കുറച്ച് സമയം എടുക്കത്തുള്ളൂ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ നല്ല ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള വിഭവമാണ്. ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പേര് പോലെ തന്നെ ക്രിസ്പിയാണ്, നല്ല സ്വീറ്റാണ്. ഹണിയുടെ ടേസ്റ്റ് എന്തായാലും നല്ലപോലെ ഉണ്ട്. താങ്ക് യു സോ മച്ച് ഷെഫ്. എന്താ പുള്ളിയൊന്നും മിണ്ടാത്തത് വലിയ ജാടയായിട്ടൊന്നുമല്ല, ഭാഷ അറിയില്ല, മലയാളം അറിയില്ല, അതുകൊണ്ട് മാത്രമാണ്. എനിവേ ബഹുത് അച്ഛാ ഹെ. താങ്ക് യു സോ മച്ച്.